പി എസിനെ അറിയാവോ? അറിയാം. എങ്ങനെ അറിയാം? ടി വിയിലൂടെ അറിയാം. ടി വിയിലൂടെ കണ്ടിട്ടുണ്ട്. എന്താ പി എസിനെ കുറിച്ച് തോന്നുന്നത്? വിഷമം തോന്നുന്നു. ഒരു അപ്പൂപ്പൻ നഷ്ടമായതിന്റെ വിഷമമുണ്ടോ? കേരളത്തിൽ ഉൾപ്പെടെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. എന്ത് പേര്? അരുൺ കൃഷ്ണ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വിഷമമുണ്ട്. കാര്യം അങ്ങനെയുള്ള ആൾക്കാർക്ക് നേരിട്ട് ബി എസിനെ കുറിച്ചുള്ള ബി എസിൻ്റെ സമര പോരാട്ടങ്ങളെ കുറിച്ചൊന്നും അറിയേണ്ട പ്രായമായി കാണത്തില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ആ കുഞ്ഞിനടക്കമുള്ള ആൾക്കാർക്ക് പി എസ് അവസാനമായി ഈ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ആ ചെന്താരകത്തെ ഒന്ന് കാണാൻ വേണ്ടി, വി എസ് എന്ന് പറയുന്ന ജനനേതാവിനെ ഒന്ന് കാണാൻ വേണ്ടി എടുത്തു പറയേണ്ട ഒരു കാര്യം, ജൂലൈ മാസം, കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ജൂലൈ മാസം നഷ്ടത്തിൻ്റെതായിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരുന്ന നഷ്ടമായിരുന്നെങ്കിൽ അടുത്ത 2 വർഷങ്ങൾക്കുപുറം ഈ ജൂലൈ മാസമാകുമ്പോഴേക്കും ആ നഷ്ടം ബി എസിൻ്റെ വിയോഗത്തിലൂടെയുള്ള നഷ്ടമാണ്. കേരളത്തിൻ്റെ ജനനായകന്മാർ നഷ്ടമാകുന്ന ഒരു മാസമായി ജൂലൈ മാസം മാറുന്നു എന്ന് കൂടി പറയേണ്ടി വരും. ദിവിഷ്, ഓരോ മനുഷ്യരും കാത്തിരിക്കുകയാണ്. കേശവദാസപുരം കഴിഞ്ഞ് ഉള്ളൂരും പിന്നിട്ട് ശ്രീകാര്യത്തേക്ക് എത്തേണ്ടതുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി എത്ര വൈകിയാലും ആ മനുഷ്യനെ കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി കാത്തിരിക്കുന്ന മനുഷ്യരെയാണ് നമുക്കിവിടെ. പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, പാർട്ടി പ്രവർത്തകരല്ലാത്ത വി എസിനെ കുറിച്ച് കേട്ടറിവുള്ള, വി എസിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിച്ച ഒട്ടേറെ ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്.